ഹായ് എവരിവൺ. നമ്മുടെ ജോലി എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒത്തിരി AI ടൂളുകൾ ദിനേന വന്നുകൊണ്ടിരിക്കുക. നമുക്ക് ഇന്ന് പഴയ പോലെ കമ്പ്യൂട്ടറിന് മുന്നിൽ കുത്തിയിരുന്ന് ജോലി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ തന്നെ ഓപ്പൺ ക്ലോയെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. വാട്സപ്പിലൂടെ അല്ലെങ്കിൽ ടെലിഗ്രാമിലൂടെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കമ്പ്യൂട്ടർ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല, മാസങ്ങളെടുത്ത് നമ്മൾ ചെയ്തിരുന്ന കോഡിംഗ് ജോലികളൊക്കെ ഇന്ന് ക്ലോഡ് കോഡ് പോലുള്ള ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒത്തിരി ടൂളുകളുണ്ട്. ഞാൻ പറഞ്ഞത് കൂടാതെ തന്നെ ഒത്തിരി ടൂളുകൾ ഇന്ന് മാർക്കറ്റിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. സോ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ കോഡിംഗ് ഇരുന്ന് പഠിക്കേണ്ടതുണ്ടോ? അതല്ലെങ്കിൽ നോ കോഡ് ടൂൾസ് തന്നെ N8 Make പോലുള്ള ഓട്ടോമേഷൻ ടൂൾസ് തന്നെ നമ്മൾ ഇരുന്ന് പഠിച്ച് അത്രയും സമയം എടുത്ത് ഓട്ടോമേഷൻ ഒക്കെ ചെയ്യേണ്ടതുണ്ടോ? ഇത് നമുക്ക് പ്രോംപ്റ്റിലൂടെ ഒക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതിലേക്ക് ഇനി വല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്നൊക്കെ പലരും എന്നോട് ചോദിക്കാറുണ്ട്. സോ അതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇവിടെ ഞാൻ MCP ഉപയോഗിച്ചിട്ട് ക്ലോഡ് കോഡിൽ നിന്ന് ഒരു ഓട്ടോമേഷൻ ക്രിയേറ്റ് ചെയ്യണം. MCP ഉപയോഗിച്ചിട്ട് ഞാൻ N8 കണക്ട് ചെയ്യുന്നുണ്ട്. N8 ഓട്ടോമേഷൻ ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ ഞാൻ നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ N8 അകത്ത് പോയിട്ട് കണക്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. N8 അകത്ത് കണക്ട് ചെയ്ത് നോഡുകൾ കണക്ട് ചെയ്ത് ഓട്ടോമേഷൻ ക്രിയേറ്റ് ചെയ്യില്ല, ഒരു ഓട്ടോമേഷൻ വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യല്ല. ഈ ഒരു ഓട്ടോമേഷൻ സിനാരിയോ ചെയ്യുന്നത്, ഈ ഒരു വർക്ക് ഫ്ലോ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ക്ലോഡ് കോഡിൽ നിന്നാണ്. ജസ്റ്റ് പ്രോംപ്റ്റുകൾ മാത്രം ഉപയോഗിച്ചിട്ട്. ക്ലോഡ് കോഡ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ആളുകൾ പറയാറ് അതിന് ഒരുപാട് ചിലവ് വരുന്നുണ്ട്, തുടക്കക്കാർക്ക് പറ്റില്ല എന്നാണ്. പക്ഷെ ഞാൻ ഇവിടെ കാണിക്കുന്ന ഈ ഒരു മെത്തേഡിലൂടെ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ക്ലോഡ് കോഡ് ഉപയോഗിക്കാം. ക്ലോഡ് കോഡ് മാത്രമല്ല, ഓപ്പൺ ക്ലോക്ക് ആയാലും ഈ ഒരു മെത്തേഡിലൂടെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. തുടക്കക്കാർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ നമുക്ക് നമ്മുടെ ആ ഒരു സിനാരിയിലേക്ക് കടക്കാം. നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ മുന്നായിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ MCP എന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കാം. ഒന്നുമില്ല, MCP എന്ന് പറഞ്ഞാൽ മോഡൽ കോണ്ടെക്സ്റ്റ് പ്രോട്ടോകോൾ എന്നുള്ളതിന്റെ ചുരുക്കരൂപമാണ്. നമ്മൾ അതിന്റെ കൂടുതൽ ടെക്നിക്കിലേക്ക് പോകുന്നതിന് പകരം അതെങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താമെന്ന് നോക്കാം. MCP ഉപയോഗിച്ചിട്ട് നമുക്ക് ഒത്തിരി ടൂളുകൾ നമ്മുടെ ChatGPT-യിൽ നിന്നോ ജെമിനിയിൽ നിന്നോ ഒക്കെ നമുക്ക് ഏതൊരു LLM-ൽ നിന്നോ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. 2024 ആന്ത്രോപിക്സ് കൊണ്ടുവന്നതാണ് ഇത്. ഇതിലൂടെ നമുക്ക് അതിന് മുന്നേ ടൂളുകളായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ APIയോ മറ്റും പല മെത്തേഡുകളൊക്കെ നോക്കണമായിരുന്നു. ഇപ്പോൾ ഈ ഒരു ഒറ്റ മെത്തേഡിലൂടെ ഈ ഒരു പ്രോട്ടോകോൾ വന്നതിന് ശേഷം നമ്മൾ USB എങ്ങനെയാണോ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്നത്, നമ്മൾ സാധാരണ പ്രിന്റർ കണക്ട് ചെയ്യാനും മൗസ് കണക്ട് ചെയ്യാനും പെൻഡ്രൈവ് കണക്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ എല്ലാ ടൂളുകൾക്കും വേണ്ടിയിട്ട് ഒരൊറ്റ പ്രോട്ടോകോൾ എന്നുള്ള രീതിയിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് എനിക്ക് ക്യാൻവയിൽ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാം. ChatGPT-യിൽ നിന്ന് എനിക്ക് ഇതുപോലെ ഗൂഗിൾ ഡ്രൈവ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുപോലെ Gmail കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെ MCP സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ടൂളുകൾ ഇപ്പോൾ ഇതിനകം തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം എനിക്ക് ഏതെങ്കിലും ഒരു LLM-ൽ നിന്ന് ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഞാൻ MCP ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യുന്നത് N8 N8 ഇതുപോലെ ജസ്റ്റ് പ്രോംപ്റ്റിലൂടെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ N8 ഓപ്പൺ ചെയ്യാം. ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു പുതിയൊരു N8 അക്കൗണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് സൈൻ ഇൻ ചെയ്യാണ്. ഇവിടെ നോർമലി നമ്മൾ എങ്ങനെയാണ് ഒരു വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2 വീഡിയോ നമ്മൾ N8 കുറിച്ചിട്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ നോർമൽ ഒരു ലിങ്ക്ഡിൻ ഓട്ടോമേഷൻ ഒക്കെ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ അത് ജസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പുതിയ നോഡുകൾ ആഡ് ചെയ്യാം. മാനുവലി ഇരുന്ന് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ വന്ന് എനിക്കൊരു വാട്സപ്പ് ഓട്ടോമേഷൻ ആണ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വാട്സപ്പ് ഓട്ടോമേഷൻ ടൈപ്പ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് വാട്സപ്പിനുമായി ബന്ധപ്പെട്ട നോഡുകൾ കിട്ടും. വാട്സപ്പായിട്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ API ഉപയോഗിച്ച് നേരിട്ട് കണക്ട് ചെയ്യാം. ഇതാണ് നമ്മൾ നോർമൽ ചെയ്യുന്ന പ്രോസസ്സ് അല്ലേ. ഇനി ഞാൻ ഈ ഒരു പ്രോസസ്സിന് MCP ഉപയോഗിച്ചിട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരെ വരുന്നത് ഇവിടെ സെറ്റിംഗ്സിന്റെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. MCP ഇൻസ്റ്റന്റ് ലെവൽ MCP എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് അത് ഡിസേബിൾ ആയിട്ട് കിടക്കുന്നുണ്ട്. ഈ ഡിസേബിൾ ആയിട്ടുള്ളതിനെ ഞാൻ എനേബിൾ ചെയ്യാണ്. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അത് എനേബിൾ ചെയ്തിട്ടുള്ള വർക്ക് ഫ്ലോസ് ഒക്കെ താഴെ കാണും. ഇത്രയാണ് നമ്മൾ ഈ ഒരു കാര്യമാണ് നമ്മൾ N8 അകത്ത് ചെയ്യേണ്ടത്. ഇനി അടുത്ത പാർട്ട് ഞാൻ ചെയ്യേണ്ടത് എൻ്റെ ക്ലോഡ് കോഡിന്റെ അകത്താണ്. ഇനി ഇപ്പൊ ഞാനൊരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താണെന്ന് പറഞ്ഞല്ലോ. ഇന്ന് ലോക്കൽ ഹോസ്റ്റ് ചെയ്തിട്ടുള്ളവർക്കും ഈ ഒരു ഫെസിലിറ്റി അവൈലബിൾ ആണ്, ഈ ഒരു ഫീച്ചർ അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് MCP ലോക്കൽ ഹോസ്റ്റ്, ഞാൻ ലോക്കൽ ഹോസ്റ്റിൽ ഉപയോഗിക്കുന്നുണ്ട്. ലോക്കൽ ഹോസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഇൻസ്റ്റന്റ് ലെവൽ MCP എന്ന് പറയുന്ന ഓപ്ഷൻ കാണാവുന്നതാണ്. ഇതിൽ ആകെയുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിന്റെ ലിങ്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. ഒന്ന് ലോക്കൽ ഹോസ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ കിട്ടുന്ന ഒരു ലിങ്ക് ആയിരിക്കും, മറ്റേത് N8 ലിങ്ക് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ആ ലിങ്ക് മാത്രം നിങ്ങളൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യാസം മനസ്സിലാവുന്ന. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ക്ലോഡ് കോഡ് ഓപ്പൺ ചെയ്യാം. നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ക്ലോഡ് കോഡ്. ഞാനിത് വർക്ക് ചെയ്യുന്നത് എൻ്റെ ടെർമിനലിന്റെ അകത്താണ്. നിങ്ങൾക്കറിയാലോ ഞാൻ ലിനക്സ് ആണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിങ്ങൾക്ക് ഇതേ രൂപത്തിൽ ചെയ്യാവുന്നതാണ്. നമുക്ക് ക്ലോഡ് കോഡ് ഒന്നെങ്കിൽ ടെർമിനലിന്റെ അകത്ത് അല്ലെങ്കിൽ കമാൻഡ് ലൈനിന്റെ അകത്ത് നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് VS കോഡ് ഉപയോഗിച്ചിട്ട് അതിന്റെ അകത്ത് എക്സ്റ്റൻഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഏത് രൂപത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ടെർമിനലിലാണ്, നിങ്ങൾ കാണുന്നുണ്ടാവും.
പക്ഷെ ഞാൻ ക്ലോഡ് കോഡ് അല്ലെങ്കിൽ ക്ലോഡ് എന്നല്ല ടൈപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ ഇവിടെ സെർച്ച് ചെയ്യുന്നത് ഒല്ലാമ എന്നാണ് സെർച്ച് ചെയ്യുന്നത്. ഇനിഷ്യലി ടൈപ്പ് ചെയ്യുന്നത് ഒല്ലാമ എന്നാണ്. ഒല്ലാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ ഈ LLMകൾ റൺ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ്. ഒല്ലാമയുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഇത് സിമ്പിൾ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് തന്നെ ഈ ഓപ്പൺ മോഡൽസ് ഒക്കെ നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഈ ഒല്ലാമ വഴിയാണ് ഞാൻ യഥാർത്ഥത്തിൽ ക്ലോഡ് കോഡ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് LLMന് വേണ്ടിയിട്ട് ചിലവാകുന്ന ആ ഒരു കാര്യം ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു LLMന് വേണ്ടിയിട്ട് ഇവിടെ ക്യാഷ് ചിലവഴിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒല്ലാമ വഴിയാണ് ഇത് ചെയ്യുന്നത്. ഒല്ലാമക്കകത്ത് നിങ്ങൾക്ക് മിൻമാക്സോ ഏതെങ്കിലും ഒരു ഫ്രീ മോഡൽ, ഒരു ഓപ്പൺ മോഡൽ യൂസ് ചെയ്യാവുന്നതാണ്. ഒത്തിരി മോഡലുകൾ ഇതിന്റെ അകത്ത് അവൈലബിൾ ആണ്. ഫ്രീ അല്ലെങ്കിൽ ഓപ്പൺ മോഡൽ, കൂടുതലും ചൈനീസ് LLMകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഏതെങ്കിലും നല്ല ഒരു മോഡൽ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് അതുവഴി നിങ്ങൾക്ക് ക്ലോഡ് കോഡോ ഓപ്പൺ ക്ലോയോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിന് പ്രത്യേകിച്ച് ക്യാഷ് ഒന്നും ചിലവാകുന്നില്ല. ഞാൻ ഇതിൽ ക്ലോഡ് കോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാണ്. അത് ഓപ്പൺ ചെയ്ത് വരികയാണ്. നമ്മൾ ആ ഫോൾഡർ ഓട്ടോമാറ്റിക്കലി ഡിഫോൾട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫോൾഡർ നമ്മളോട് ചോദിക്കുകയാണ്. സോ ഇത് ബേസിക്കലി നിങ്ങൾ ക്ലോഡ് കോഡ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഇത് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഈസി ആയിട്ട് മനസ്സിലാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഞാൻ ഉപയോഗിക്കുന്ന മോഡൽ ഇവിടെ ഓപ്പസ് 4.7 എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് മുകളിൽ കറക്റ്റ് ആയിട്ട് എഴുതിയത് കാണാം. മിനിമാക്സ് M2.5 ക്ലൗഡ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ മിനിമാക്സ് 2.5 ക്ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എൻ്റെ ഇതിലാണ് റൺ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഇത് ക്ലൗഡ് ഉപയോഗിച്ചിട്ട് ക്ലൗഡിലാണ് ആക്ച്വൽ റണ്ണിങ് നടക്കുന്നത്. കംപ്ലീറ്റ്ലി ഈ ഒല്ലാമ 2 ഫീച്ചർ നൽകുന്നത്. ഒന്നുകിൽ നമുക്ക് ക്ലൗഡ് ആയിട്ട് മിനിമാക്സ് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി എനിക്ക് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് അത് ഒത്തിരി സിസ്റ്റം റിസോഴ്സസുകൾ എടുക്കും. അപ്പോൾ ഞാൻ ക്ലൗഡ് എന്നുള്ള ഓപ്ഷൻ തന്നെയാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഒല്ലാമയിലൂടെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ സിസ്റ്റത്തിന്റെ റിസോഴ്സ് കുറവാണെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി അല്ല നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി നിങ്ങളുടെ സിസ്റ്റത്തിൽ തന്നെ റൺ ചെയ്യണോ, അതിനുള്ള ഫീച്ചറും ഒല്ലാമയിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്തൊന്ന് യൂസ് ചെയ്ത് നോക്കുക. വിൻഡോസിലും ലിനക്സിലും മാക്കിലും എല്ലാം ഇത് അവൈലബിൾ ആണ്. ഞാൻ ലിനക്സിലാണ് ടെർമിനൽ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് മാത്രം. സോ അതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ടൈപ്പ് ചെയ്യേണ്ടത് MCP എന്നാണ്, /MCP എന്ന് ഞാൻ ടൈപ്പ് ചെയ്യാം. എന്നാലാണ് MCPയുമായി ബന്ധപ്പെട്ട സെറ്റിംഗ്സുകൾ എനിക്ക് മാറ്റം വരുത്താൻ സാധിക്കും. MCP ആഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പുതുതായിട്ട് ആഡ് ചെയ്യും. നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആദ്യം കാണിക്കും. ആഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മസ്റ്ററിങ് എന്ന് പറഞ്ഞിട്ട് അത് തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഓക്കെ, കുറച്ച് സെക്കൻഡ്സ് എടുക്കും. ജസ്റ്റ് പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യണോ എന്ന് നമ്മൾ നമുക്ക് ആഡ് MCP സെർവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിനൊരു പ്രത്യേകത, ഇതിൽ വരുന്ന ഇററുകൾ നമ്മുടെ സിസ്റ്റത്തിൽ ചിലപ്പോൾ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടിങ് ഫയൽസുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്ത് നമ്മളോട് ചോദിക്കും, ഇതും കൂടെ ആഡ് ചെയ്യട്ടെ, ഈ ഒരു പ്രോഗ്രാം കൂടെ ഇൻസ്റ്റാൾ ചെയ്യട്ടെ, ഡിപ്പെൻഡൻസീസ് ഇൻസ്റ്റാൾ ചെയ്യട്ടെ എന്നൊക്കെ ക്ലൗഡ് കോഡ് നമ്മളോട് ചോദിക്കും. അതാണ് ഇതിന്റെ ഒരു ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഇതിന്റെ പിന്നാലെ നമ്മൾ സാധാരണ ലിനക്സിലൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് ഡിപ്പെൻഡൻസീസ് ഇഷ്യൂസ് വരാറുണ്ട്. ആ പ്രശ്നമൊക്കെ യഥാർത്ഥത്തിൽ ക്ലൗഡ് കോഡ് പരിഹരിക്കുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, ഞാൻ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ ഇതുവഴി ഇൻസ്റ്റാൾ ചെയ്തു. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഡിപ്പെൻഡൻസീസ് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മളോട് ചോദിച്ച് ഓട്ടോമാറ്റിക്കലി ക്ലൗഡ് കോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. വളരെ നല്ലൊരു ടൂളാണ് ക്ലൗഡ് കോഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാനിപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിന്റെ ഒരുവിധം സമയമൊക്കെ കൂടുതലും ഈ ഒരു ഇന്റർഫേസിലാണ് ചെലവഴിക്കുന്നത്. ഒരുവിധം കാര്യം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്നത് പോലും ലിങ്ക് ഡൗൺലോഡ് ചെയ്ത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ചെയ്യാണ്. യൂട്യൂബ് ഡൗൺലോഡ് ചെയ്യാൻ വേറെ സോഫ്റ്റ്വെയർ ആവശ്യമില്ല. അതിനുവേണ്ടി ഡിപ്പെൻഡൻസീസ് ലിനക്സിൽ ഓൾറെഡി ഉണ്ട്. അപ്പൊ ആദ്യം ഡൗൺലോഡ് ചെയ്യുമ്പോൾ എന്നോട് ചോദിച്ചു ഇത് ഇൻസ്റ്റാൾ ചെയ്യട്ടെ, ഞാൻ യെസ് കൊടുത്തു. പിന്നീട് ലിങ്ക് മാത്രം കൊടുത്താൽ എനിക്ക് അതിങ്ങനെ ഡൗൺലോഡ് ചെയ്ത് കിട്ടും. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ക്ലൗഡ് കോഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. നിങ്ങൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് ചെയ്യേണ്ടതാണ്. ഫ്രീ ആയിട്ട് നമുക്ക് മിൻമാക്സ് മോഡൽ ഒല്ലാമയിലൂടെ കണക്ട് ചെയ്ത് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ ഞാൻ ഇതേ രൂപത്തിൽ MCP ആഡ് ചെയ്യാണ്. അതിന് വേണ്ട കാര്യങ്ങൾ API ഇറർ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി ആ ഇറർ മനസ്സിലാക്കുകയാണ്, വീണ്ടും അതിലൂടെ പ്രൊപ്പഗേറ്റ് ചെയ്ത് മനസ്സിലാക്കുക. നമ്മൾ അതിനെ കുറിച്ചൊന്നും നോക്കണ്ട. നമ്മളോട് യെസ് ചോദിക്കുന്നത് ആഡ് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ യെസ് ചോദിക്കണം, ഡിലീറ്റ് ചെയ്യട്ടെ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ യെസ് കൊടുക്കുക. ഇത്ര മാത്രം നമ്മൾ ചെയ്യേണ്ടുള്ളൂ. ഫൈനലി നമ്മളോട് MCP സെർവറിന്റെ ലിങ്ക് ചോദിക്കും. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തപ്പോൾ അവിടെ കണ്ടു. ആ ലിങ്ക് ഇവിടെ കൊടുക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള കാര്യം. അതിന് മുന്നേ ഒത്തിരി സെറ്റിംഗ്സുകൾ ഉണ്ട്. അതെല്ലാം ഓട്ടോമാറ്റിക്കലി ക്ലൗഡ് കോഡ് തന്നെ ചെയ്തോളൂ. ഇവിടെ ഒരുപാട് വേർഡുകൾ കാണാം. മെറ്റാമോർഫോസിങ് എന്ന് എഴുതിയത് ഇവിടെ ഇപ്പോൾ കാണാം. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ക്ലൗഡ് ഉപയോഗിച്ച സ്ട്രാറ്റജി മറ്റൊന്നായിരുന്നു, അത് കറക്റ്റ് ആയിട്ട് റൺ ആയില്ല. അപ്പോൾ എന്ത് ചെയ്തു, ആ സ്ട്രാറ്റജി മാറ്റി മറ്റൊരു സ്ട്രാറ്റജി ഉപയോഗിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ അതിനാണ് ഇവിടെ മെറ്റാമോർഫോസിങ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒത്തിരി വേർഡുകൾ കാണാം. ഇറർ വരുന്നതൊക്കെ കണ്ടാൽ അത് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ചെയ്യുന്നത് കാണാം. അപ്പൊ ഇറർ വരുമ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല.
അത് മെറ്റമോർഫോസിങ് ചെയ്ത് പുതിയൊരു മെത്തേഡിലൂടെ അത് സോൾവ് ചെയ്ത് സൊല്യൂഷൻ കണ്ടെത്തി തരും. നമ്മളോട് ചോദിക്കുന്ന കാര്യങ്ങൾ ഇൻഫോർമേഷൻസ് നമ്മൾ കൃത്യമായിട്ട് കൊടുത്താൽ മതി. പെർമിഷൻസ് ആവശ്യമുള്ള പെർമിഷൻ ആണെങ്കിൽ നമ്മൾ അത് കൊടുത്താൽ മതി. ഇത്ര നമ്മൾ ശ്രദ്ധിക്കേണ്ടുള്ളൂ. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടതാണ് നമ്മൾ ആ MCP സെർവർ നമ്മൾ ഓൾറെഡി എനേബിൾ ചെയ്തിട്ടുണ്ട് N8 ൽ. ആ ലിങ്ക് ഇവിടെ നമ്മൾ കൊടുക്കുക. ഓക്കെ, ലിങ്ക് നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഒന്നുകൂടെ കോപ്പിയാണ്. അതുപോലെ മറ്റൊരു വേർഡ് നിങ്ങൾ കാണാം, റീകോംബോംബുലേറ്റിംഗ് എന്ന് പറയാം. ഇത് ഒരു കാര്യങ്ങൾ ചെയ്തു വന്നു, ആകെ സ്ട്രക്ചർ ആകെ ബ്രോക്കൺ ആയി, കാര്യങ്ങൾ തെറ്റായി പോയ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ച് പഴയപടി ആക്കുന്നതിനാണ് റീകോംബോംബുലേറ്റിംഗ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഞാൻ സാന്ദർഭികമായിട്ട് ഇതിന്റെ ഇടയിൽ പറയുന്നതേ ഉള്ളൂ, വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷെ ഇതൊക്കെ നിങ്ങൾ ഇങ്ങനെ എഴുതി പോകുന്നത് കാണാം. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരണ്ട എന്നുള്ളത് കൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇങ്ങനെ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഈ ഒരു പ്രോസസ്സിലൂടെ ആ ലിങ്ക് ഇവിടെ ആഡ് ചെയ്തു. ആൻഡ് ഫൈനലി എനിക്കൊരു മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, ആഡഡ് MCP സെർവർ എന്ന് പറഞ്ഞിട്ട് ആ MCP സെർവറിന്റെ ലിങ്കും കൂടെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. സോ ഞാനത് ഇനി എന്ത് ചെയ്യണം, എനിക്കിത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓതന്റിക്കേഷൻ ആവശ്യമാണ്. അപ്പോൾ ഞാൻ ഓതന്റിക്കേഷൻ എന്നുള്ളത് ഓപ്പൺ ചെയ്ത് അത് ഓതന്റിക്കേറ്റ് ചെയ്യണമെന്നാണ് ക്ലോഡ് പറയുന്നത്. അതിന് ലിങ്ക് തന്നിട്ടുണ്ട്. ഞാൻ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യാണ്. ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ബ്രൗസറിലേക്കാണ് പോവുക. ബ്രൗസറിൽ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ കൺസെന്റ് ഓക്കെയാണ്, നമ്മളത് കണക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ക്ലോഡിന് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ്. ആ ഒരു ലിങ്ക് ലോഡായി ഞാൻ ഇവിടെ യെസ് കൊടുക്കുകയാണ്. അലോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. സക്സസ്, ഓതന്റിക്കേഷൻ സക്സസ്ഫുൾ എന്നുള്ളത് ഒരു മെസ്സേജ് ആയിട്ട് ഇവിടെ സ്ക്രീനിൽ കാണാം. ഓക്കെ, ഇതിലൂടെ നമ്മൾ MCP കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അതൊന്നുമില്ല. ഇനി നമ്മൾ ജസ്റ്റ് പ്രോംപ്റ്റ് കൊടുത്താൽ മാത്രം മതി നമുക്ക് ആവശ്യമുള്ള വർക്ക് ഫ്ലോസ് ഇതിൻ്റെ അകത്ത്, ഈ N8ന്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടും. നമുക്ക് അതൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തതുപോലെ ലിങ്ക്ഡിൻ ഓട്ടോമേഷൻ തന്നെ നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ ചെയ്ത് നോക്കാം. അപ്പൊ ഈ ഒരു പ്രോസസ്സ് കണ്ടിട്ട് നിങ്ങൾ ഇത്ര ടൈം എടുക്കുന്നുണ്ടല്ലോ എന്ന് കരുതണ്ട. കാരണം ഇതൊരു ഇനിഷ്യൽ പ്രോസസ്സാണ്. ഇനിഷ്യലി MCP മുഖേന എങ്ങനെ N8 നമുക്ക് കണക്ട് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി അടുത്ത പ്രാവശ്യം എനിക്ക് ജസ്റ്റ് പ്രോംപ്റ്റ് കൊടുത്താൽ മാത്രം മതി. ഞാൻ ആ ഒരു പ്രോസസ്സിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ലിങ്ക്ഡിൻ ഓട്ടോമേഷൻ ആണ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ. പക്ഷെ ഇവിടെ ഓട്ടോമാറ്റിക്കലി ലിങ്ക്ഡിൻ പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വർക്ക് ഫ്ലോ വേണം. എന്തിനെ കുറിച്ചിട്ടാണ് എനിക്ക് പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്? സപ്പോസ് സ്പോർട്സ് എന്നുള്ള വിഷയത്തിൽ അതുമായി അനുബന്ധ വിഷയങ്ങളിൽ പോസ്റ്റുകൾ, ലിങ്ക്ഡിൻ പോസ്റ്റുകൾ ജനറേറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി പോസ്റ്റ് ചെയ്യുന്ന ഒരു വർക്ക് ഫ്ലോ ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാണ്, ക്രിയേറ്റ് N8 വർക്ക് ഫ്ലോ യൂസിങ് MCP ദാറ്റ് ഓട്ടോമേറ്റ് ലിങ്ക്ഡിൻ പോസ്റ്റ് അബൌട്ട് സ്പോർട്സ്. ഇതാണ് ഞാൻ ചെയ്തത്. ഓക്കെ, ഞാനത് കൊടുത്തു. അപ്പോൾ ഈ ഒരു പ്രോംപ്റ്റിനെ കുറിച്ച് പഠിക്കുകയാണ്. പക്ഷെ ഇവിടെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല. ലിങ്ക്ഡിനുമായിട്ട് കണക്ട് ചെയ്യണം, നമുക്കറിയാം ലിങ്ക്ഡിനുമായിട്ട് കണക്ട് ചെയ്യണം, നമ്മൾ അതിന്റെ ക്രെഡൻഷ്യൽ കണക്ട് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ സ്പോർട്സുമായിട്ടുള്ള പോസ്റ്റുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, നമുക്ക് ഏതെങ്കിലും LLM കൊണ്ട് കണക്ട് ചെയ്യണം, ജെമിനി ആയിട്ടോ ChatGPT ആയിട്ടൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയുള്ള ഒരു വർക്ക് ഫ്ലോ ആണല്ലോ നമ്മൾ സാധാരണ ക്രിയേറ്റ് ചെയ്യുക. പക്ഷെ ആ വിവരങ്ങളൊന്നും കൊടുക്കാതെ ഞാൻ ജസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ചെറിയൊരു പ്രോംപ്റ്റ് മാത്രം കൊടുത്തതാണ്. ആക്ച്വലി നമ്മൾ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോംപ്റ്റ് കൊടുക്കണം. പക്ഷെ ഈ ഒരു ചെറിയൊരു പ്രോംപ്റ്റിന്റെ അകത്ത് പെട്ടെന്ന് എന്താണ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പോകുന്നുണ്ട്. നമ്മൾ പറഞ്ഞത് വാലിഡേറ്റ് ചെയ്യുന്നുണ്ട്, വീണ്ടും വീണ്ടും നെസ്റ്റ് ചെയ്ത് ലൂപ്പ് ചെയ്ത് വീണ്ടും അതിലൂടെ പോയി കറക്റ്റ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിൽ അത് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ നമുക്കിതിൽ ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, നമ്മളത് കണ്ടാൽ മാത്രം മതി. ഫൈനലി ചാനലിംഗ് എന്ന് പറയുന്നുള്ള ഒരു സ്റ്റേജിലേക്ക് വരും. ദെൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്കൊരു ഔട്ട്പുട്ട് വന്നു കാണാം നിങ്ങൾക്ക്. സ്പോർട്സ് ലിങ്ക്ഡിൻ പോസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് വരുന്നു. സോ അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ട്രിഗർ വീക്കിലി ആണ്, നമ്മൾ പറഞ്ഞില്ല. ട്രിഗറൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഇതിനെക്കുറിച്ച് നമ്മളൊരു ചെറിയൊരു ധാരണ അപ്പോൾ നമുക്ക് വേണം. ട്രിഗർ എന്താണ്, എന്തൊക്കെയാണ് ആക്ഷൻ എന്നൊക്കെയുള്ളതിനെ കുറിച്ച് ധാരണ വേണം. എന്നാലേ നമുക്ക് ഈ ഒരു പ്രോംപ്റ്റ് എഴുതാൻ പറ്റുള്ളൂ. ഞാൻ അതിൽ ട്രിഗർ ഒന്നും പറഞ്ഞു കൊടുത്തില്ല. അതുകൊണ്ട് ക്ലോഡ് തന്നെ തീരുമാനിച്ചു വീക്ക് ഡേയ്സിൽ അത് വർക്ക് ചെയ്യണം at 9 AM. മാത്രമല്ല അത് സ്പോർട്സ് കോണ്ടന്റ് വേണം. അത് മാത്രമല്ല ഇത് ചെയ്ത് കഴിഞ്ഞാലും വർക്ക് ഫ്ലോ ഓപ്പൺ, ഇതിൽ ക്ലോഡ് പറയുന്നത് N8 ഓപ്പൺ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ലിങ്ക്ഡിൻ ഓതന്റിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള കുറച്ച് സ്റ്റെപ്പുകൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പോയി നോക്കാം. ഞാൻ N8 ഓപ്പൺ ചെയ്തു. അതിൻ്റെ അകത്ത് ശരിയാണ് ആ ഒരു പേരിൽ പുതിയൊരു വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സ്പോർട്സ് കോണ്ടന്റ് റൈറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് AI വെച്ചിട്ട് ജെമിനി ഒന്നും കണക്ട് ചെയ്തിട്ടില്ല. നോക്കൂ നിങ്ങൾ. അപ്പൊ ഞാൻ ഒന്നും കൂടെ ആ പ്രോംപ്റ്റിൽ ജെമിനി API ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന എനിക്ക് ഒരു ഓട്ടോമേഷൻ ആണ് വേണ്ടത്. അങ്ങനത്തെ ഒരു വർക്ക് ഫ്ലോ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. യൂസ് ജെമിനി API ടു ജനറേറ്റ് ഷോർട്ട് ലിങ്ക്ഡിൻ പോസ്റ്റ്.
അബൌട്ട് ട്രെൻഡിങ് സ്പോർട്സ് ടോപ്പിക് വേണമെങ്കിൽ എക്സാമ്പിളും കൂടെ കൊടുക്കാം. ക്രിക്കറ്റ്, ഫുട്ബോൾ, ഒളിമ്പിക്സ്, ഇങ്ങനെയുള്ള എക്സെട്ര ഇത്രയും കാര്യങ്ങൾ നമുക്ക് കൊടുക്കാം. സോ കോണ്ടന്റിനെ കുറിച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഗൈഡ് ലൈൻസ് കൊടുക്കാം. അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി പ്രോംപ്റ്റ് ഒക്കെ ജനറേറ്റ് വന്നോളും. സിസ്റ്റം പ്രോംപ്റ്റ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്തോളും. സോ എൻഗേജിങ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള കൊടുക്കണം. ഇൻക്ലൂഡ് എ ഹുക്ക്, ഷോർട്ട് ഇൻസൈറ്റ് ആൻഡ് എ ക്വസ്റ്റ്യൻ ടു എൻകറേജ് എൻഗേജ്മെന്റ് ആൻഡ് 150 ബി അണ്ടർ 150 വേർഡ്സ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു. ദെൻ അഗെയിൻ ചാനലിംഗ് തുടങ്ങി. ഓക്കെ, നമ്മളതിന്റെ പെർമിഷൻസും കാര്യങ്ങളൊക്കെ യെസ് കൊടുക്കുക. നമ്മളോട് ചോദിക്കുന്നുണ്ട് പ്രൊസീഡ് ചെയ്യണോ, അപ്ഡേറ്റ് ചെയ്യും, നമ്മുടെ വർക്ക് ഫ്ലോ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫൈനലി വന്ന് നോക്കൂ, നിങ്ങൾ ജനറേറ്റ് ചെയ്യാനുള്ള പോസ്റ്റ് ജനറേറ്റ് ചെയ്യാനുള്ള ലിങ്ക്ഡിൻ പോസ്റ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് LLM കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ജനറേറ്റ് ചെയ്യുന്ന പോസ്റ്റുകൾ ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യും. LLM ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ജെമിനി ആണ്. നമ്മൾ അതിന്റെ അകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ സിസ്റ്റം പ്രോംപ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഇതിലൂടെ നമ്മളിവിടെ API കീ ഒന്നും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ക്ലൗഡിന് കൊടുത്തില്ല, അതുകൊണ്ട് അത് കണക്ട് ചെയ്തിട്ടില്ല. ഒന്നുകിൽ നമുക്കത് മാനുവലായിട്ട് തന്നെ ചെയ്യാം. നമ്മൾ ഇതിന്റെ അകത്ത് കയറി ലിങ്ക്ഡിന് കണക്ട് ചെയ്യാം, അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ജെമിനി കൂടി കണക്ട് ചെയ്യാം. ഇതിനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ ആ ഒരു API കീ എന്താണെന്നോ അതിനെ കുറിച്ചോ അല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു വർക്ക് ഫ്ലോ നമുക്ക് ജസ്റ്റ് MCP ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക. കൂടാതെ ഈ ഒരു ഫ്രീ മെത്തേഡിലൂടെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് നോക്കുക. നിങ്ങൾ പെയ്ഡ് ആയിട്ട് യൂസ് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിലൂടെ എങ്കിലും നിങ്ങൾ ക്ലൗഡ് കോഡ് ഉപയോഗിച്ച് നോക്കുക. ഈസി ആയിട്ട് N18 വർക്ക് ഫ്ലോസ് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സിസ്റ്റത്തിൽ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ ക്ലൗഡ് കോഡിലൂടെ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. നല്ലൊരു ടൂളാണ്. ഒരുപാട് സമയം നമ്മുടെ സിസ്റ്റത്തിന് മുന്നിൽ ഇരുന്ന് ചെലവഴിക്കും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. എഫിഷ്യന്റ് ആയിട്ട് നിങ്ങളെ ടൈം ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. എഫിഷ്യന്റ് ആയിട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ടൂളാണ്. സോ ഇത് നിങ്ങൾ ട്രൈ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഇതുമായി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതുമായി കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യം ഉണ്ടെങ്കിലോ നിങ്ങൾ ജസ്റ്റ് കോമെന്റ് ചെയ്യുക. കൂടുതൽ വിവരങ്ങളുമായിട്ടൊക്കെ നമുക്ക് ഇനി കൂടുതൽ കാര്യങ്ങൾ വരുന്ന വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്.